നഗരത്തിലെ തിരക്കേറിയ കച്ചവട സ്ഥലത്തെ റോഡരികിൽ കമലമ്മ പതിവ് പോലെ തന്റെ ചെറിയ കുട്ട നിറയെ മധുരമൂറുന്ന നല്ല പഴുത്ത പേരക്കകൾ വിൽക്കുകയായിരുന്നു. അവർക്ക് രണ്ട് പ്രിയപ്പെട്ട പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മക്കളെ കമലമ്മ രത്നങ്ങളെ പോലെ വിലമതിച്ച് ഏറെ ശ്രദ്ധയോടെയാണ് വളർത്തിയത്. മൂത്ത മകളായ അശ്വതി രാജ്യത്തിന്റെ അതിർത്തിയിൽ ഹിമാലയൻ മലനിരകളിൽ കാവൽ നിൽക്കുന്ന ധീരയായ ആർമി ഓഫീസറായിരുന്നു. ഇളയ മകൾ രശ്മിയാകട്ടെ ഇതേ നഗരത്തിന്റെ ഭരണസാരഥ്യം വഹിക്കുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു. തന്റെ പെൺമക്കളുടെ ഈ ഉന്നതമായ സ്ഥാനങ്ങൾ കമലമ്മയ്ക്ക് അതിരില്ലാത്ത അഭിമാനമാണ് നൽകിയിരുന്നത്. ആരെങ്കിലും കമലമ്മയോട് അമ്മേ, നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ നെഞ്ച് അഭിമാനത്താൽ വികസിക്കും. അവർ പറയും, എന്റെ ഒരു മകൾ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ സംരക്ഷിക്കുന്നു, മറ്റവൾ ഈ ജില്ലയുടെ ഭരണകാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും കമലമ്മ തന്റെ മക്കളെ അറിയിക്കാതെ ചിലപ്പോഴൊക്കെ കമ്പോളത്തിൽ വന്ന് പേരയ്ക്ക് വിൽക്കാൻ ഇരിക്കുമായിരുന്നു. എല്ലാം നന്നായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഇൻസ്പെക്ടർ മനോജ് കുമാർ തന്റെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ അവിടേക്ക് വന്നത്. അയാൾ ബൈക്ക് റോഡരികിൽ നിർത്തി നേരെ കമലമ്മയുടെ പേരക്കക്കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. മനോജ് ഒരു പേരക്കെടുത്ത് കമലമ്മയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ വായിലിട്ടു. കമലമ്മ നേരിയൊരു ഭയത്തോടെയും വിനയത്തോടെയും പറഞ്ഞു, സാറേ, പേരക്ക നല്ല മധുരമുള്ളതാണ്. തൂക്കിയെടുക്കേണ്ടവർക്ക് ഞാൻ സന്തോഷത്തോടെ തൂക്കിത്തരാം. മനോജ് കുമാർ അഹങ്കാരത്തോടെ മറുപടി നൽകി. ആ, എങ്കിൽ ശരി, 1 കിലോ തൂക്കി ഈ കവറിൽ തന്നേക്കൂ. വിറക്കുന്ന കൈകളോടെ കമലമ്മ പേരക്കയെടുത്ത് തൂക്കി ഒരു പ്ലാസ്റ്റിക് കവറിൽ അദ്ദേഹത്തിന് നൽകി. മനോജ് ആ പാക്കറ്റ് വാങ്ങി. വീണ്ടും അതിൽ നിന്ന് ഒരു പേരക്കയെടുത്ത് അവിടെ വെച്ച് തന്നെ മുറിച്ച് കഴിക്കാൻ തുടങ്ങി. കുറച്ചുനേരം ചവച്ച ശേഷം മുഖം വല്ലാതെ ചുളിച്ചുകൊണ്ട് പരിഹാസത്തോടെ പറഞ്ഞു, ഇതെന്താണ് നീ എനിക്ക് വിറ്റത്? ഒട്ടും രുചിയില്ല. ഈ പേരക്കയ്ക്ക് മധുരം ഒട്ടുമില്ല. കമലമ്മ പരിഭ്രമിച്ചു പറഞ്ഞു, ഇല്ല സാറേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഇത് വളരെ മധുരമുള്ള പേരക്കയാണ്. വേണമെങ്കിൽ മറ്റൊന്ന് കഴിച്ചു നോക്കൂ, രുചിച്ചു ബോധ്യപ്പെടാം. പക്ഷെ മനോജ് കുമാർ അലക്ഷ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിർത്തൂ നിന്റെ കള്ളത്തരങ്ങൾ. നിന്റെ പേരക്കയുടെ ഒരൊറ്റ കഷ്ണത്തിന് പോലും മധുരം തൊട്ടു തീണ്ടിയിട്ടില്ല. നീ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നല്ലോ. പിന്നെ കേട്ടോ, ഞാൻ ഇതിന് 1 രൂപ പോലും തരില്ല. നിനക്ക് മനസ്സിലായോ? കമലമ്മ ധൈര്യം സംഭരിച്ച് കൈകൂപ്പി യാചിച്ചു. സാറേ, ഇതെന്റെ കഷ്ടപ്പാടാണ്. ഞാനിത് വിൽക്കാൻ വേണ്ടിയാണ് ദൂരെ നിന്ന് കൊണ്ടുവന്നത്. കുറച്ച് പൈസയെങ്കിലും തന്നിട്ട് പോകൂ, അതാണ് എന്റെ അപേക്ഷ. ഇത് കേട്ടതും മനോജ് കുമാറിന് സഹികെട്ടു. ദേഷ്യത്തിൽ അയാൾ കുനിഞ്ഞ് ഒരു കുട്ട മുഴുവനും എടുത്ത് റോഡിന്റെ എതിർവശത്തേക്ക് ശക്തിയായി വലിച്ചെറിഞ്ഞു. കുട്ടമറിഞ്ഞ് എല്ലാ പേരക്കകളും റോഡിലും വണ്ടികൾക്കിടയിലും ഓടയിലുമൊക്കെ ചിതറിപ്പോയി. കമലമ്മ ഞെട്ടിപ്പോയി. നിസ്സഹായയായി അവർ എല്ലാം നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിറച്ചു. അവരുടെ കഠിനാധ്വാനവും മാന്യതയും ആ റോഡിൽ ചവിട്ടി അരക്കപ്പെടുകയായിരുന്നു. ചുറ്റും ആൾക്കൂട്ടം കൂടി. പക്ഷേ ആ യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥനോട് ഒരു വാക്ക് പറയാൻ പോലും ആർക്കും ധൈര്യമുണ്ടായില്ല. മനോജ് കുമാർ തന്റെ മീശ പിരിച്ചുവെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടുന്ന് പോയി. ആൾക്കൂട്ടത്തിൽ ആരും കമലമ്മയെ സഹായിച്ചില്ല. എന്നാൽ അടുത്തുള്ള ഒരു വീടിന്റെ ടെറസിൽ നിന്ന അനന്തു എന്ന ചെറുപ്പക്കാരൻ ഈ ക്രൂരത മുഴുവൻ തന്റെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അവന്റെ ഉള്ളിൽ രക്തം തിളച്ചു. കമലമ്മയെ അവന് കുട്ടിക്കാലം മുതലേ അറിയാമായിരുന്നു. നല്ല ബഹുമാനവുമായിരുന്നു. അവൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിർത്തി ഈ ദൃശ്യങ്ങൾ എന്തു ചെയ്യണം എന്ന് ആലോചിച്ചു. കമലമ്മയുടെ ഒരു മകൾ പട്ടാളത്തിലാണെന്ന് അവൻ എവിടെ നിന്നോ അറിയാമായിരുന്നു. അവൻ എങ്ങനെയോ അവരുടെ നമ്പർ സംഘടിപ്പിച്ചു. ഉടൻ തന്നെ ആ വീഡിയോ അശ്വതിയുടെ വാട്സപ്പിൽ അയച്ചു. ഒപ്പം ഒരു ചെറിയ സന്ദേശവും കുറിച്ചു. അശ്വതി ചേച്ചി, ഇന്ന് മാർക്കറ്റിൽ നിങ്ങളുടെ അമ്മയ്ക്ക് നേരിട്ട ദുരനുഭവം നന്നായി കാണുക. ഇത് സഹിക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ മഞ്ഞുമൂടിയ അതിർത്തിയിലെ ഒരു സൈനിക പോസ്റ്റിൽ അശ്വതി തന്റെ റൈഫിൾ വൃത്തിയാക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോണിൽ വാട്സപ്പ് മെസ്സേജ് ടോൺ കേട്ടത്. അവൾ ഫോൺ എടുത്തു നോക്കി. ഒരു അപരിചിത നമ്പറിൽ നിന്നുള്ള വീഡിയോ. അവൾ വീഡിയോ പ്ലേ ചെയ്തു. വീഡിയോ മുന്നോട്ട് പോകുന്തോറും അശ്വതിയുടെ മുഖഭാവം മാറിമറിഞ്ഞു. അവളുടെ ശാന്തമായ കണ്ണുകൾ അഗ്നി പോലെ ചുവന്നു. ഇൻസ്പെക്ടർ മനോജ് കുമാർ തന്റെ അമ്മയുടെ കുട്ട എറിഞ്ഞപ്പോൾ അവളുടെ കൈകൾ വിറച്ചു. അവളെയും അനിയത്തിയെയും വളർത്താൻ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട അമ്മ
ഇന്ന് റോഡിൽ നിസ്സഹായായി കരയുന്നു. ജനങ്ങൾ കാഴ്ചക്കാരായി നിൽക്കുന്നു. അവളുടെ ഉള്ളിലെ സൈനിക ഓഫീസർ ഉണർന്നു. പ്രതികാരം അവളുടെ മനസ്സിൽ നിറഞ്ഞു. അവൾ പല്ലുകൾ കടിച്ചു. ശ്വാസം വേഗത്തിലായി. അവൾ ഉടൻ തന്നെ ആ വീഡിയോ തന്റെ ഇളയ സഹോദരി DM രശ്മിക്ക് ഫോർവേഡ് ചെയ്തു. വീഡിയോ അയച്ച ഉടൻ രശ്മിയെ വിളിച്ചു. പ്രധാന മീറ്റിംഗിലായിരുന്നു. ചേച്ചിയുടെ കോൾ കണ്ടപ്പോൾ അവൾ മീറ്റിംഗ് നിർത്തി ഫോൺ എടുത്ത് ചോദിച്ചു, ചേച്ചി, എല്ലാം സുരക്ഷിതമായിരിക്കുന്നല്ലോ അല്ലേ? എന്താണ് ഈ സമയത്ത്? സുരക്ഷിതമായിരിക്കാനോ? ഒരു കാര്യവും സുരക്ഷിതമല്ല. അശ്വതിയുടെ ശബ്ദത്തിൽ ദേഷ്യവും വേദനയും ഒരുപോലെ നിറഞ്ഞിരുന്നു. ഞാൻ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ, ഈ നിമിഷം കാണൂ. വീഡിയോ കണ്ടതും അവളുടെ കാലിനടിയിലെ ഭൂമി കുലുങ്ങിപ്പോയി. സ്വന്തം അമ്മ, തന്റെ പ്രിയപ്പെട്ട അമ്മ, ചിതറിക്കിടക്കുന്ന പേരക്കകൾക്കായി കരയുന്നു. ഒരു സാധാരണ ഇൻസ്പെക്ടർ തന്റെ അമ്മയുടെ മാന്യതയെ റോഡിൽ ചവിട്ടി അരച്ചിരിക്കുന്നു. രശ്മിയുടെ കണ്ണുകളും നിറഞ്ഞു. പക്ഷെ അവൾ തന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചു. അവളൊരു DM ആണ്. അവൾക്ക് വികാരത്തിന് അടിമപ്പെടാൻ കഴിയില്ല. വിറക്കുന്ന ശബ്ദത്തിൽ രശ്മി പറഞ്ഞു, ചേച്ചി, എനിക്കിത് ഒരു നിമിഷം പോലും സഹിക്കാൻ വയ്യ. അശ്വതി ദേഷ്യത്തോടെ പ്രതികരിച്ചു, ഞാൻ ഇപ്പോൾ തന്നെ അവധിയെടുത്ത് വരികയാണ്. ഞാൻ അവനെ വെറുതെ വിടില്ല. രശ്മി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, വേണ്ട ചേച്ചി, നിങ്ങളുടെ ആവശ്യം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലാണ്. ഇതെന്റെ അധികാര പരിധിയാണ്. അമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഞാൻ ഏറ്റെടുക്കാം. നിയമത്തിന്റെ വഴിയിലൂടെ ഞാൻ അമ്മയ്ക്ക് നീതി ഉറപ്പാക്കും. അശ്വതി കുറച്ചുനേരം നിശബ്ദയായിരുന്നു. അനിയത്തിയുടെ ശബ്ദത്തിലെ ദൃഢമായ തീരുമാനം അവൾ തിരിച്ചറിഞ്ഞു. അവൾ പറഞ്ഞു, ശരി, പക്ഷേ അവന് അവന്റെ ആത്മാവ് വിറക്കുന്ന ഒരു ശിക്ഷ തന്നെ ലഭിക്കണം. അവൻ ചെയ്ത തെറ്റിന് അവൻ പശ്ചാത്തപിക്കണം. അശ്വതി പറഞ്ഞു. രശ്മി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട ചേച്ചി, ഇനി ഇത് എന്റെ കർത്തവ്യമാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അവൾ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. രശ്മി തന്റെ ഔദ്യോഗിക വാഹനം ഒഴിവാക്കി ഒരു പ്രൈവറ്റ് കാറിൽ തന്റെ പഴയ വീട്ടിലേക്ക് യാത്രയായി. വഴിയിൽ അവൾ DMന്റെ വേഷം മാറി ഒരു സാധാരണ ചുവന്ന സൽവാർ സ്യൂട്ട് ധരിച്ചു. അവൾ തന്റെ അമ്മയുടെ അടുത്ത് ഒരു കളക്ടറായിട്ടല്ല, മറിച്ചൊരു മകളായി പോകാനാണ് ആഗ്രഹിച്ചത്. അവൾ വീട്ടിലെത്തിയപ്പോൾ കമലമ്മ ഒരു മൂലയിൽ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. കണ്ണുകൾ വീർത്തിരുന്നു. മകളെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ പരിഭ്രമിച്ചു പോയി. രശ്മി, നീ ഇവിടെ? എല്ലാം കുഴപ്പമില്ലല്ലോ മോളെ? രശ്മി ഒന്നും സംസാരിച്ചില്ല. അവൾ അമ്മയുടെ അടുത്തു ചെന്ന് അവരെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ മടിയിൽ തലവെച്ചു. അവൾക്ക് കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല. അമ്മ, ഈ ദുരിതം നിങ്ങൾ എന്തിനാണ് എന്നോട് മറച്ചു വെച്ചത്? കമലമ്മ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്ത് പറയാനാണ് മോളെ? നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് ഞാൻ കരുതി. പിന്നെ അയാൾ ഒരു പോലീസുകാരനല്ലേ? നീ കാര്യങ്ങളൊന്നും ഓർത്ത് അധികം വിഷമിക്കണ്ട. രശ്മി അമ്മയുടെ കണ്ണുനീർ തുടച്ചു മാറ്റി. അവരുടെ കൈ തന്റെ കയ്യിലെടുത്തു പറഞ്ഞു, അമ്മ ഇനി പാവപ്പെട്ടവളോ ഒറ്റപ്പെട്ടവളോ അല്ല. നിങ്ങളുടെ മകൾ ഈ ജില്ലയുടെ അധികാരിയാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങളുടെ ഈ ക്രൂരത കാണിച്ചവർ അതിന് വലിയ വില നൽകേണ്ടി വരും. നിങ്ങളുടെ നഷ്ടപ്പെട്ട അഭിമാനം ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും. കമലമ്മ തന്റെ മകളുടെ കണ്ണുകളിൽ ശക്തമായ ആത്മവിശ്വാസം കണ്ടു. അവർ നിശബ്ദമായി അവളെ നോക്കിയിരുന്നു. ആ രാത്രി രശ്മി ഒരു കൃത്യവും രഹസ്യവുമായ പദ്ധതി തയ്യാറാക്കി. താൻ DM ആയി സ്റ്റേഷനിൽ പോയാൽ എല്ലാ പോലീസുകാരും തനിക്ക് മുന്നിൽ തലകുനിക്കുമെന്നും യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ അവസരം ലഭിക്കുമെന്നും അവൾക്കറിയാമായിരുന്നു. അവർക്ക് അവരെ കൈയോടെ പിടികൂടണമായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ മഞ്ഞ സൽവാർ സ്യൂട്ട് ധരിച്ചു. തന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ SDM പ്രശാന്തിനെ ഫോൺ ചെയ്തു. പ്രശാന്ത്, ഞാൻ നിനക്കൊരു രഹസ്യ ദൗത്യം തരികയാണ്. ഇത് നമ്മൾക്കിരുവർക്കുമിടയിൽ മാത്രം ഒതുങ്ങണം. അയാൾ പറഞ്ഞു. ശരി മേഡം, കൽപ്പിക്കൂ. രശ്മി തുടർന്നു. ഞാനിപ്പോൾ സിവിൽ വേഷത്തിൽ നഗരത്തിലെ കോടാലി പോലീസ് സ്റ്റേഷനിൽ എന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് ഒരു പരാതി നൽകാൻ പോകുകയാണ്. കൃത്യം 2 മണിക്കൂറിന് ശേഷം നീ ജില്ലയിലെ SP, DSP, മറ്റു ഉതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ടീമിനൊപ്പം അവിടെ എത്തണം. ഞാനൊരു സൂചന നൽകുന്നതുവരെ ആരും ഒന്നും സംസാരിക്കരുത്. പ്രശാന്ത് പറഞ്ഞു. ശരി മേഡം, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. രശ്മി ഫോൺ വെച്ചു. രശ്മി ഒരു സാധാരണ പൗരനെ പോലെ ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ഇൻസ്പെക്ടർ മനോജ് കുമാറും SHO സുരേഷും തമാശ പറഞ്ഞ് ചായ കുടിക്കുകയായിരുന്നു. രശ്മി പേടിയോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എനിക്കൊരു പരാതി ഫയൽ ചെയ്യാനുണ്ട്. സുരേഷ് അവളെ അടിമുടി നോക്കി. എന്തുപറ്റി? ആരാണ് നിങ്ങളെ ഉപദ്രവിച്ചത്? ഇന്നലെ മാർക്കറ്റിൽ ഇൻസ്പെക്ടർ സാറാണ്. രശ്മി ഇൻസ്പെക്ടറുടെ പേര് പറഞ്ഞതും മനോജ് കുമാർ ഞെട്ടി. അയാൾ അവളെ തുറിച്ചു നോക്കി. എന്താ, ഇൻസ്പെക്ടർ സാറോ? ആരാണ് നീ?
നീ ഏത് ഇൻസ്പെക്ടറെ കുറിച്ചാണ് പറയുന്നത്? അത് നിങ്ങളായിരുന്നു. നിങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ ഒരു വയസ്സായ സ്ത്രീയുടെ പേരക്കക്കുട്ട റോഡിലെറിഞ്ഞു. ഞാൻ ആ അമ്മയുടെ മകളാണ്. രശ്മി ശബ്ദത്തിൽ നേരിയ പരിഭ്രമം വരുത്തി. ഇത് കേട്ട് മനോജും സുരേഷും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഓ, അപ്പോൾ നീയാണോ ആ കിളവിയുടെ മകൾ? മനോജ് പരിഹസിച്ചു. റോഡിൽ അഴുക്ക് പരത്തിയാൽ അടികിട്ടാതിരിക്കുമോ? പോകൂ ഇവിടെ നിന്ന്. ഒരു FIR-ഉം എഴുതില്ല. വേറെ പണിയുണ്ടെങ്കിൽ നോക്ക്. രശ്മി ധൈര്യം സംഭരിച്ചു പറഞ്ഞു. പക്ഷേ ഇത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ യൂണിഫോമിന്റെ അധികാരം ദുരുപയോഗം ചെയ്തു. സുരേഷ് അലറി. നീ ഞങ്ങളെ നിയമം പഠിപ്പിക്കേണ്ട. അധികം സംസാരിച്ചാൽ സർക്കാർ കാര്യത്തിൽ തടസ്സമുണ്ടാക്കിയതിന് നിന്നെ അകത്തിടും. ഉടൻ പോകൂ ഇവിടെ നിന്ന്. അവർക്കിടയിൽ തർക്കം വർദ്ധിക്കുമ്പോൾ ഒരു പോലീസുകാരൻ ഓടി വന്നു. സാറേ, മധുസൂദനൻ നായർ ജി സ്റ്റേഷനിൽ വരുന്നുണ്ട്. മധുസൂദനൻ നായരുടെ പേര് കേട്ടതും മനോജിന്റെയും സുരേഷിന്റെയും മുഖം വിളറി. അയാൾ നഗരത്തിലെ ശക്തനായ രാഷ്ട്രീയ നേതാവായിരുന്നു. ഇരുവരും കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഗേറ്റിനടുത്തേക്ക് ഓടി. ഒരു വെള്ള കാറിൽ മധുസൂദനൻ നായർ സ്റ്റേഷനകത്ത് വന്നു. അയാൾ തന്റെ പതിവ് ചിരിയോടെ അകത്തേക്ക് വന്നപ്പോൾ മൂലയിൽ നിന്നിരുന്ന രശ്മിയെ കണ്ടു. രശ്മിയെ കണ്ടതും അയാളുടെ ചിരി മാഞ്ഞു. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അയാൾ വേഗത്തിൽ മുന്നോട്ട് ചെന്ന് രശ്മിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. നമസ്കാരം മേഡം. നിങ്ങളോ? ഈ സമയത്തോ? ഫോൺ വിളിച്ചാൽ ഞാൻ ഇവിടെ ഹാജരാകുമായിരുന്നല്ലോ. അയാളുടെ ശബ്ദത്തിൽ പരിഭ്രമം പ്രകടമായിരുന്നു. മനോജും സുരേഷും പരസ്പരം നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല. ആരാണ് ഈ സാധാരണക്കാരി? എന്തിനാണ് മധുസൂദനൻ നായർ ഇവളുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നത്? അവരുടെ ആശയക്കുഴപ്പം തീരും മുൻപേ സ്റ്റേഷന് പുറത്ത് നിരവധി പോലീസ് വാഹനങ്ങൾ വന്നു നിന്നു. ചുവന്ന ലൈറ്റുകൾ മിന്നുന്ന വാഹനങ്ങളിൽ നിന്ന് DSP, SP, DM, SDM പ്രശാന്ത്, ജില്ലയിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ അകത്തേക്ക് വന്നു. അവരെല്ലാം വന്ന് രശ്മിയുടെ പിന്നിൽ നിരന്നു നിന്നു. സ്റ്റേഷനിൽ മരണനിശബ്ദത. അപ്പോൾ DSP മുന്നോട്ട് വന്ന് ദേഷ്യത്തോടെ മനോജ് കുമാറിനെ നോക്കി പറഞ്ഞു. ഇൻസ്പെക്ടർ, മര്യാദയ്ക്ക് നിൽക്കൂ. നിങ്ങൾ ജില്ലയുടെ ബഹുമാനപ്പെട്ട കളക്ടർ രശ്മി മേഡത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കളക്ടർ മേഡം. ഈ വാക്ക് മനോജിന്റെയും സുരേഷിന്റെയും കാതുകളിൽ ഇടുത്തിയ പോലെ മുഴങ്ങി. അവർ പേടിച്ചു വിറച്ചു. അവർ പരിഹസിച്ച, അവഗണിച്ച ആ പേരക്കക്കാരിയുടെ മകൾ ജില്ലയുടെ കളക്ടറായിരുന്നു. രശ്മിയുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ദേഷ്യമായിരുന്നു. ഇൻസ്പെക്ടർ മനോജ് കുമാർ, SHO സുരേഷ്, നിങ്ങൾ ഇരുവരെയും ഉടൻ പ്രാബല്യത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. രശ്മി ഉത്തരവിട്ടു. SDM പ്രശാന്ത്, ഇരുവരുടെയും പേരിൽ യൂണിഫോം ദുരുപയോഗം ചെയ്തതിനും സാധാരണ പൗരനെ അപമാനിച്ചതിനും ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതിനും കേസ് ഫയൽ ചെയ്യുക. കൂടാതെ ഇവർക്കെതിരെ ഒരു വകുപ്പ് തല അന്വേഷണവും തുടങ്ങണം. SP-യുടെ നിർദ്ദേശപ്രകാരം അവരുടെ ബെൽറ്റും തൊപ്പിയും അഴിച്ചു മാറ്റി. അപ്പോൾ മധുസൂദനൻ നായർ ധൈര്യപ്പെട്ടു പറഞ്ഞു. മാഡം, ഇവർ അറിവില്ലാതെ ചെയ്തതാണ്. ക്ഷമിക്കണം. ഞാൻ ഇവരെ ഉപദേശിക്കാം. രശ്മി അയാളെ തുറിച്ചു നോക്കി. നായരെ, ഇവർ അറിവില്ലാത്തവരല്ല. യൂണിഫോമിന്റെ മറവിൽ ഒളിച്ച ഗുണ്ടകളാണ്. ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇനി നിയമം ഇവരെ കാര്യങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അന്വേഷണം നിങ്ങളിലേക്കും എത്താം. മധുസൂദനൻ നായർ പേടിച്ച് വിളറി. ഈ കളക്ടറുമായി ഏറ്റുമുട്ടുന്നത് എളുപ്പമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ നിശബ്ദനായി തലകുനിച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. അടുത്ത ദിവസങ്ങളിൽ രശ്മിയാണ് അമ്മയ്ക്ക് നീതി നേടിക്കൊടുത്തത് എന്ന് എല്ലാവരും അറിഞ്ഞു. പക്ഷെ രശ്മിക്ക് അറിയാമായിരുന്നു, മധുസൂദനൻ നായർ അത്ര എളുപ്പം തോൽവി സമ്മതിക്കില്ല. ഒരു രാത്രി രശ്മി ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് കോൾ വന്നു. ഹലോ. മറുതലയ്ക്കൽ ഒരു യന്ത്ര ശബ്ദം. കളക്ടർ മാഡം, ഈ നഗരത്തിൽ അധികം പറക്കാൻ ശ്രമിക്കരുത്. ഇൻസ്പെക്ടർമാർ വെറും കരുക്കൾ മാത്രമായിരുന്നു. യഥാർത്ഥ കളി തുടങ്ങാൻ പോകുന്നത് ഇപ്പോഴാണ്. രശ്മി കടുപ്പത്തോടെ ചോദിച്ചു. ആരാണ് സംസാരിക്കുന്നത്? ആരുടെ വാലിനാണോ നീ ചവിട്ടിയത് അവൻ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. രശ്മിക്ക് മനസ്സിലായി ഇത് മധുസൂദനൻ നായർ തന്നെയാണ്. അവൾ ഉടൻ തന്നെ SP-യെ വിളിച്ച് അമ്മയ്ക്ക് സുരക്ഷ ഏർപ്പാടാക്കി. കുറച്ചു ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ഒരു ദിവസം രാവിലെ കമലമ്മ പേരക്ക് വിൽക്കാനിരിക്കുമ്പോൾ 3 പോലീസ് വാഹനങ്ങൾ അവിടെ എത്തി. പുതിയ ഒരു ഇൻസ്പെക്ടർ വന്നു പറഞ്ഞു, ഇവിടെ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സാധനങ്ങൾ പരിശോധിക്കൂ. ഒരു പോലീസുകാരൻ പേരക്കുകൾക്കിടയിൽ നിന്ന് ബ്രൗൺ നിറമുള്ള പൊതിയെടുത്തു. സാറേ, കിട്ടി മയക്കുമരുന്ന്. കമലമ്മ സ്തംഭിച്ചു പോയി. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല സാറേ, ഇത് എന്റേതല്ല. എന്നെ ആരോ കുടുക്കിയതാണ്. പക്ഷെ ആരും കേട്ടില്ല. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. DM രശ്മിയുടെ അമ്മ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിൽ. ഈ വാർത്ത നഗരത്തിൽ പരന്നു. ഇത് മധുസൂദനൻ നായരുടെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു.
രശ്മി ഉടൻ തന്നെ പത്രസമ്മേളനം വിളിച്ചു. എന്റെ അമ്മയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. നിയമം എല്ലാവർക്കും തുല്യമാണ്. ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് ഞാൻ സ്വയം പിന്മാറുകയാണ്. SP ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തും. എനിക്ക് ഇന്ത്യൻ നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. രശ്മിയുടെ ഈ നീക്കം മധുസൂദനൻ നായരെ അത്ഭുതപ്പെടുത്തി. രശ്മി അനന്തുവിനെ വിളിച്ചു. അവന്റെ സഹായത്തോടെ മനോജ് കുമാറുമായി ബന്ധമുള്ള ഒരാൾ പേരക്കുട്ടിയിൽ എന്തോ വെക്കുന്നത് CCTV ഫൂട്ടേജിൽ നിന്ന് കണ്ടെത്തി. രശ്മി SP-യുമായി ചേർന്ന് ഒരു തന്ത്രം മെനഞ്ഞു. മയക്കുമരുന്ന് വെച്ച ആളുടെ ചിത്രം CCTV-യിൽ വ്യക്തമായി പതിഞ്ഞെന്നും പോലീസ് ഉടൻ അവനെ പിടികൂടുമെന്നും അവനൊരു വ്യാജ വാർത്ത പരത്തി. ഇത് കേട്ട് മധുസൂദനൻ നായർ പരിഭ്രാന്തനായി. അയാൾ ഉടൻ തന്നെ മനോജ് കുമാറിനെ വിളിച്ചു. അയാളുടെ ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. മനോജ് കുമാറും സുരേഷും ആ സാക്ഷിയെ ഒഴിവാക്കാൻ വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ രശ്മിയും SP-യും തങ്ങളുടെ ടീമിനൊപ്പം അവരെ വളഞ്ഞു. കൈയോടെ പിടിക്കപ്പെട്ട അവർ മധുസൂദനൻ നായരുടെ പേര് പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ മധുസൂദനൻ നായർ വീട്ടിലിരിക്കുമ്പോൾ രശ്മിയും SP-യും പോലീസ് സേനയുമായി വാതിലിലെത്തി. കളി അവസാനിച്ചു നായരെ. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും തെളിഞ്ഞു. SP അറസ്റ്റ് വാറന്റ് നൽകി. നിങ്ങളുടെ ഫോൺ റെക്കോർഡിംഗുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം. മധുസൂദനൻ നായരെ അറസ്റ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം കമലമ്മയെ ബഹുമാനത്തോടെ കുറ്റവിമുക്തയാക്കി. രശ്മി അവരെ കൂട്ടാൻ വന്നു. അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രശ്മി പറഞ്ഞു, അമ്മ, ഇനി നിങ്ങൾക്ക് പേരൊക്കെ വിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അടുത്ത ദിവസം രാവിലെ തന്നെ രശ്മി കമലമ്മയെ തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കൊണ്ടുപോയി. ഇരുവരും അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ അവിടെ ഉണ്ടായി. അശ്വതിക്ക് അവധി ലഭിക്കുമ്പോഴെല്ലാം അവളും വരും. അങ്ങനെ മൂവരും ചേർന്ന് സമാധാനത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ജീവിതം നയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സാങ്കല്പിക കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? നിങ്ങളുടെ അനുഭവം കമന്റായി നൽകൂ. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്മകൾ നേരുന്നു.